ചെങ്കൽ ക്വാറി ഉടമകൾ നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിൽ സർക്കാർ കാണിക്കുന്ന അലംഭാവത്തിൽ പ്രതിഷേധിച്ച് ജൂലൈ 22-ന് ക്വാറികൾ അടച്ചിട്ട് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്താൻ ചെങ്കൽ ഉൽപ്പാദക ഉടമസ്ഥ ക്ഷേമ സംഘം ജില്ലാ ജനറൽ ബോഡി യോഗം തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രശ്നപരിഹാരം നീളുകയാണെങ്കിൽ 30-ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തുമെന്നും നേതൃത്വം അറിയിച്ചു. കമ്മിറ്റി ഇത് ഓണേഴ്സും ജിയോളജിസ്റ്റുമാരും എക്സ്പെർട്സും എല്ലാവരും കൂടിയുള്ള കമ്മിറ്റിയാണ് ഗവൺമെന്റ് നിശ്ചയിച്ചത്. അതൊരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷവും അതിന്റെ മേലെ നടപടി ഉണ്ടാവും. ഒരു ഭാഗത്താണെങ്കിൽ ജിയോളജിയിലെ സ്പെഷ്യൽ സ്ക്വാഡിനെ നിയോഗിക്കുക, ഇങ്ങനെ ഖനനം ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ പോയി അളന്നിട്ട് ഞങ്ങൾക്ക് ഒരു കല്ല് വെട്ടിയെടുത്താൽ 100 കല്ല് വെട്ടാൻ വേണ്ടി ഞങ്ങൾ ഉദ്ദേശിച്ച് വെട്ടിയാൽ ഒരു 200 കല്ല് വെട്ടിയാൽ പോലും ചിലപ്പോൾ 100 കല്ല് ശരിക്കും ബിൽഡിങ്ങിൽ വെക്കാൻ പറ്റുന്ന കല്ല് കിട്ടും. അതിന്റെ മൂലയൊക്കെ പൊട്ടും, സൈഡൊക്കെ തന്നെ പൊട്ടിപ്പോയാൽ നാശം. അപ്പോൾ ഈ മൊത്തം സാധനത്തിനും സ്ക്വയർ ഫീറ്റ് അളന്നിട്ടാണ് ഞങ്ങൾ വൈകിടാണ്. അപ്പോൾ ഒരു ഭാഗത്ത് വില്ലേജ് ഓഫീസിൽ വരും, തഹസിൽദാർ ഓഫീസിൽ വരും, അതോടൊപ്പം തന്നെ ജിയോളജി ഓഫീസിൽ വരും. ഇതൊക്കെ തന്നെ വന്ന് ആൾക്കാരൊക്കെ തന്നെ ഇപ്പം മലപ്പുറത്തെ ഓഫീസിലാണ് 300 ചില ആൾക്കാർക്ക് 30 ലക്ഷം 20 ലക്ഷം 15 ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ അളവുകളിൽ ഫൈന് വരികയാണ്. അപ്പോൾ വലിയൊരു പ്രതിസന്ധി നാട്ടിൽ സംജാതായി ഇതുമായിട്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കമ്മിറ്റി ഉണ്ടാക്കിയിട്ടും ആ കമ്മിറ്റിയുടെ കമ്മിറ്റി രൂപീകരിക്കാന്ന് പറഞ്ഞു. കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ ഞങ്ങളത് സമരം പിൻവലിച്ചു. അതിനുശേഷവും ഒരു കാര്യം നടക്കാത്തതുകൊണ്ട് ഇപ്പൊ 20-ാം തീയതി 22-ന് എല്ലാ കളക്ടറേറ്റിലേക്കും മാർച്ച് ഒരു ധർണ നടത്താനും അതിനുശേഷം 30-ാം തീയതി സെക്രട്ടേറിയറ്റ് പടിക്കൽ ധർണ നടത്താനും അതിനുശേഷം അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാനാണ് സർക്കാർ തീരുമാനം. വിഷയം സംബന്ധിച്ച് സർക്കാരിലേക്ക് നൽകിയ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രശ്നപരിഹാരത്തിനായി രൂപീകരിച്ച കമ്മിറ്റി നിർദ്ദേശങ്ങൾ സമർപ്പിച്ചെങ്കിലും സർക്കാർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത്. 24 സെന്റുള്ള ചെങ്കൽ ക്വാറിക്ക് 75,000 രൂപ റോയൽറ്റി ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ 5 ലക്ഷം രൂപയായി സർക്കാർ ഉയർത്തി. പാരിസ്ഥിതിക അനുമതിയുടെ ചാർജും ഇതേ സ്ഥിതിയാണ്. പാരിസ്ഥിതിക അനുമതി ലഭിക്കുന്നതിന് അധികൃതർ ഏർപ്പെടുത്തിയ അനാവശ്യ കാലതാമസം ഈ മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയതായി ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചെങ്കല്ലിന് കരിങ്കല്ലിനെ പോലെ ഏർപ്പെടുത്തിയ ബൾക്ക് ഡെൻസിറ്റി തീർത്തും അശാസ്ത്രീയമാണെന്ന് ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു. സംസ്ഥാന സെക്രട്ടറി കെ മണികണ്ഠൻ, ട്രഷറർ കെ അബ്ദു, ജില്ലാ പ്രസിഡന്റ് കെ ഷൌക്കത്ത് അലി, ട്രഷറർ കെ അയൂബ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷിഹാബ് പൂഴിത്തറ എന്നിവർ മലപ്പുറത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. വല്ലാത്തൊരു വൈബാണ് WIC ക്യാമ്പസിന്. വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും. WIC വേറൊരു ലോകമാണ്.